ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന SQLite എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് നമുക്ക് എങ്ങനെയാണ് പൈത്തണിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിനെ പറ്റിയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. SQLite 3 എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് SQLite 3 ഇമ്പോർട്ട് കൊടുക്കുക. ഇതിനുശേഷം ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഡേറ്റാബേസ് കണക്ടിവിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. നമ്മൾ അതിനുശേഷം ചെയ്യേണ്ടത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇവിടെ ഞാൻ കണക്ഷൻ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് പറയേണ്ടത് SQLite 3 ഡോട്ട് കണക്ട്. ഇവിടെ നമുക്ക് ഡേറ്റാബേസിന്റെ പേര് പറയാം. ഏതെങ്കിലും ഡേറ്റാബേസ് മൈ ഡേറ്റാബേസ് എന്ന് കൊടുക്കാം. .db എക്സ്റ്റൻഷൻ .db എന്ന് കൊടുക്കും. ഇതൊരു ഡേറ്റാബേസ് SQLite ഫയൽ ആയിരിക്കും ക്രിയേറ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ഇനി ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യും. അതിന് ആ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം ഫയലിന്റെ കൂട്ടത്തിൽ മൈ ഡേറ്റാബേസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മൈ ഡേറ്റാബേസ് എന്നുള്ളത് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഒരു ടേബിൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഒരു SQL ക്രിയേറ്റ് ചെയ്യുക. SQL ഈക്വൽസ് നമുക്ക് ഒരു ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. SQL അത്യാവശ്യം ഒന്ന് പഠിച്ചിരിക്കുക. ക്രിയേറ്റ് ടേബിൾ, ടേബിളിന്റെ പേര് ഇപ്പം ഞാനിവിടെ ബുക്ക് എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബുക്സ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഇനി ഫീൽഡിന്റെ പേരുകൾ പറയണം. ഇവിടെ ഞാൻ എപ്പോഴും ഒരു ഫീൽഡ് നമ്മൾ ID-യുടെ ഒരു ഫീൽഡ് നമ്മൾ യുണീക്ക് ആയിട്ട് നിലനിർത്താൻ വേണ്ടി പ്രൈമറി കീ ആയിട്ട് ഇവിടെ നമ്മൾ അത് ഇൻറ്റീജർ ടൈപ്പ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രൈമറി നോട്ട് നൾ എന്ന് പറയുക. നോട്ട് നൾ ദെൻ പ്രൈമറി കീ എന്ന് പറയുക. അതിനുശേഷം അടുത്ത ഫീൽഡ് പറയുക ടൈറ്റിൽ. ഇവിടെ നമ്മൾ അതിന് നമുക്ക് ടെക്സ്റ്റ് ആൻഡ് varchar പറയുക. അതിൻ്റെ സൈസ് ഒരു 25 പറയുക. ഇതൊന്ന് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ പ്രൈസ് പറയാം. പ്രൈസ് ഇവിടെ നോട്ട് നൾ എന്ന് കൊടുത്തില്ല, മറക്കരുത്. നോട്ട് നൾ. then ഇവിടെ നമുക്ക് പ്രൈസ് പറയാം. ഇവിടെ റിയൽ എന്ന് പറഞ്ഞാൽ മതി. നോട്ട് നൾ കൊടുക്കാം. എന്നിട്ട് ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ടേബിൾ ബുക്സ് ID ഇൻഡ് നോട്ട് നൾ പ്രൈമറി കീ ID അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഇൻറ്റിജർ ആണ് അതിൻ്റെ ടൈപ്പ്. ഇവിടെ ടൈറ്റിൽ രണ്ടാമത് അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ആയിട്ടാണ്. അത് varchar എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് 25. അത്രയും വലിയ പേര് വരെ വയ്ക്കാം. അടുത്തത് പ്രൈസ് റിയൽ നോട്ട് നൾ എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ കണക്ഷൻ ഡോട്ട് എക്സിക്യൂട്ട് എന്ന് പറയുക. ഇവിടെ നമുക്ക് SQL പറയാം. ഇവിടെ നമ്മൾ ആ SQL ഒന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് കമന്റ് ചെയ്തിടേണ്ടി വരും. അത് ഒന്നുകൂടെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞു വരും. സോ നമുക്കിത് ഇനി SQL നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട, നമുക്ക് കമന്റ് ചെയ്തിടാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ബുക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു എൻട്രി ഒന്ന് ഇൻസേർഷൻ നടത്താം. ഇവിടെ നമുക്ക് അതിനുവേണ്ടി നമുക്ക് ഇവിടെ കണക്ഷൻ ഡോട്ട് എക്സിക്യൂട്ട് തന്നെ കൊടുക്കാം. ഇൻസേർട്ട് ഇൻറ്റു ബുക്സ്. ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ബുക്സ് വാല്യൂസ്. ഇവിടെ ഫീൽഡിന്റെ പേരും പറയണം. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഫീൽഡിന്റെ പേര് ID എന്തൊക്കെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ബുക്ക് ID ടൈറ്റിൽ പിന്നെ പ്രൈസ്. ഇത് മൂന്നാണ് ഇൻസേർട്ട് ചെയ്യുന്നത്.
വാല്യൂസ് എന്നുള്ളിടത്ത് നമ്മൾ പറയണം ഇവിടെ ഓൾറെഡി ഡബിൾ കോട്ട്സ് ഇട്ടുകൊണ്ട് പിന്നീട് നമ്മൾ സിംഗിൾ കോട്ട് അത് ഇൻറ്റീജർ ആയതുകൊണ്ട് 1 ബുക്കിൻ്റെ പേര് സ്ട്രിങ് ആയതുകൊണ്ട് സിംഗിൾ കോഡ് കൊടുക്കും. കാരണം നമ്മൾ ഓൾറെഡി ഡബിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്യുന്നുണ്ട് ഹോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നമുക്ക് വിങ്സ് ഓഫ് ഫയർ എന്ന് പറയാം. ഇനി അതിൻ്റെ പ്രൈസ് ഒരു 200 കൊടുക്കാം. എന്നിട്ട് അത് കോഡ്സ് ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇത് നമുക്കിങ്ങനെ ഒരു 2-3 എൻട്രികൾ നടത്താം. ഇതിനെ കോപ്പി ചെയ്തിട്ട് ഈ SQL ഇങ്ങോട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. ഇപ്പം ഇൻസൈഡ് ഇൻറ്റു ബുക്സ് ഇവിടെ ടൈറ്റിൽ മാത്രം മാറ്റി കൊടുക്കാം, പ്രൈസും ഐഡിയും. ഇവിടെ ഞാൻ 2 സ്റ്റേറ്റ്സ് എന്നാക്കുന്നു, പ്രൈസ് ഞാൻ 300 ആക്കുന്നു, അതുപോലെ തന്നെ ID 2 ആക്കുന്നു. അടുത്ത ID 3, തേർഡ് ബുക്കിൻ്റെ ID 3. ഇവിടെ വിങ്സ് ഓഫ് ഫയറിന് വരെ കോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് കൊടുക്കുന്നു, പ്രൈസ് 400 നോക്കും. സോ ഈ 3 എൻട്രി ഞാനിവിടെ ചെയ്ത് ഇനി അതിനുശേഷം ഞാനിവിടെ ഇത് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിനൊന്ന് റീഡ് ചെയ്യാം. ബുക്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നമ്മൾ 3 എൻട്രി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മളൊരു കഴ്സർ, അതായത് റെക്കോർഡ് സെറ്റ് എന്ന് പറയും, റെക്കോർഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക വേരിയബിൾ. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഡാറ്റ എടുക്കാം. conn.execute തന്നെയാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിളിൻ്റെ പേര് പറയാം, ബുക്സ്, ഇത്രയും പറയാം. അപ്പം എല്ലാ റെക്കോർഡ്സും നമുക്ക് കിട്ടും. നമുക്ക് 3 റെക്കോർഡ്സ് ഉള്ളത്. ഇനി ഒരു ഫോർ ലൂപ്പ് പറഞ്ഞിട്ട് നമുക്ക് ഓരോ റെക്കോർഡ് എടുക്കാം. റോ ഈക്വൽസ് ഫോർ റോ ഇൻ കഴ്സർ പറയുക. ഇവിടെ നമുക്ക് പ്രിന്റ്, ഇവിടെ റോ എന്ന് പറഞ്ഞാൽ അറേ ആയിട്ട് കിട്ടുന്നത്, റോസ് ഓഫ് 0 പറയാം. നമുക്ക് റോസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ID ആയിരിക്കും, റോസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ടൈറ്റിലായിരിക്കും, റോസ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആയിരിക്കും. സോറി, ഇവിടെ റോ എന്നാണ്, ഇവിടെ റോസ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് ഇത്രയും ചെയ്ത് നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം നമ്മുടെ റെക്കോർഡ്സ് ഡാറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ആദ്യത്തെ ID, പിന്നെ അത് ടൈറ്റിൽ, പിന്നെ പ്രൈസ്. ഇനി നമ്മളൊരു കാര്യം മറക്കരുത്, നമ്മളുടെ യൂസേജ് കഴിഞ്ഞിട്ട് ഈ conn.close എന്ന് പറയണം. സോ ഇതാണ് നമുക്ക് ഡാറ്റാബേസിനെ പറ്റിയുള്ള നമ്മുടെ പ്രോഗ്രാം. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.